2026 മെയ് 3 നീറ്റ് എക്സാം നമ്മൾ ഈ പ്രാവശ്യം സ്ട്രിക്റ്റ് ആയിട്ട് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 2-നും 3-നും എല്ലാ സ്റ്റുഡൻസിനും, എല്ലാ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിനും മാൻഡേറ്ററി അറ്റൻഡൻസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്തോന്നടേ, ഒരു നീറ്റ് എക്സാം എന്ന് പറഞ്ഞാല് ഒരു നീറ്റ് എക്സാമും അതിൻ്റെ കൂടെ ഒരു പേപ്പർ ലീക്കും അല്ലെങ്കിൽ ഒരു ആൾമാറാട്ടവും കൂടി ചേർന്നതാണ് ഒരു നീറ്റ് എക്സാം. ഇപ്പൊ അങ്ങനെയാണ്, ഇതാണ് ഇപ്പോഴത്തെ നോർമൽ. എല്ലാ പ്രാവശ്യവും ഇതാണ്. 2024 ഇതേപോലെ ആയിരുന്നു. ആൻഡ് ഇപ്പൊ പിന്നെ 2026 സെയിം. ഇതിനൊരു പ്രോപ്പർ ഗൈഡൻസോ ഒരു പ്രോപ്പർ മാനേജ്മെന്റോ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇത് നിങ്ങൾ എന്തായാലും ഫിക്സ് ചെയ്യണം. ബിക്കോസ് ഇന്ത്യയിൽ ഇത്രയും സ്റ്റുഡൻസ് എഴുതുന്ന, ഇത്രയും സ്റ്റുഡൻസ്, ഓൾമോസ്റ്റ് ഒരു 20-25 ലക്ഷം സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാമിന് ഇങ്ങനെ ഒരു വീഴ്ച വരിക എന്ന് പറയുന്നത് നടത്തുന്ന ഏജൻസിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ട് തന്നെയാണ്. ഇനി സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ ഇതിനെ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നത് നിങ്ങൾക്ക് ഇനി ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തേ പറ്റൂ. അല്ലാണ്ട് ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ സ്ഥിരം പരിപാടിയാണിത്. അത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം. സ്റ്റിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്കുക ആൻഡ് സ്റ്റാർട്ട് പ്രിപ്പയറിങ്. അവർ ഒഫീഷ്യലി നെക്സ്റ്റ് ഡേറ്റ് ഉടനെ തന്നെ അനൗൺസ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. സോ അൺടിൽ ദെൻ, സ്റ്റേ സ്ട്രോങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.